ചെറിയൊരു സംഭവം നടന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അതേപോലെ തന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം നമ്മളൊരു കേക്ക് നോക്കട്ടെ. ഇതിൻ്റെ അകത്തുനിന്ന് കേക്ക് വാങ്ങാനുള്ള പ്ലാന് ജസ്റ്റ് ക്യാരി നോക്കട്ടെ. അതിൻ്റെ അകത്ത് എന്തൊക്കെയല്ല എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങളിവിടെ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ബത്തിയിലമ്മ ഈ ഒരു ബേക്കറി കടയിലേക്ക് ഇപ്പോൾ വന്നിക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ പലതരത്തിലുള്ള കേക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഗിഫ്റ്റ് ഐറ്റത്തിൽ കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ചോക്ലേറ്റ്സുകളും കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനത്തതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതിന് ഏതാന്നുള്ളത് നോക്കട്ടെ. ചോക്ലേറ്റാ? ഏത് ചോക്ലേറ്റ് അമ്മക്ക് പറ്റില്ല. ആ ഇതൊരു തലടി. ഇത് വൈറ്റ് ചോക്ലേറ്റാ. അങ്ങനെ ഞങ്ങൾ ഇത് ഉറപ്പിച്ചിട്ടില്ല ഈ ഒരു സാധനം. ഹൗ മച്ച് സർപ്രൈസ് ഫോർ ദിസ്? അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. ഖത്തറിൽ വന്നിട്ട് ഈ ഒരു ഷോപ്പ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കേക്ക്സ് ഉണ്ട്. ഈ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല അടിപൊളി ഡിസൈൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ അകത്തൊരു അറ്റ്മോസ്ഫിയർ വരാം. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കേക്ക് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട്. വാങ്ങിയിട്ട് ഇവിടുന്ന് തന്നെ ഇരുന്ന് കട്ട് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടില്ല. കാരണം അതിൻ്റെ അകത്ത് കോഫി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കേക്ക് ഇവിടെ നല്ലൊരു കേക്കാണെന്ന് നമ്മൾ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പുറത്ത് പോയി കട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇരുട്ടായി തുടങ്ങി പുറത്തൊക്കെ. അപ്പോൾ പിന്നെ പുറത്ത് പോയി കട്ട് ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്യാമെന്നില്ല ഒരു പ്ലാനിലാണ്. അപ്പോൾ സാധനം വാങ്ങി ഓർഡർ കൊടുത്ത് നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ജസ്റ്റ് എഴുതിയിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒന്ന് കറങ്ങി നോക്കിയാൽ ഇതിൽ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടിട്ടില്ല. ഞങ്ങൾ കോമണായിട്ട് കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റിയിലുള്ള സാധനമാണ് തോന്നുന്നു കണ്ടിട്ട്. ഈ ബദാം, പിസ്താണ്ടി പരിപ്പ് ഇതെല്ലാം ഈ തപ്പായത്തിൻ്റെ അകത്ത് വെച്ചെങ്ങാണ്ടുള്ളത്. പിന്നെ അതേപോലെ പാക്കറ്റ് ചോക്ലേറ്റ്, ഗിഫ്റ്റ് കൊടുക്കുന്ന ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മളെ കൂൾ ഡ്രിങ്ക്സ്, കോഫി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഡിസ്പ്ലേയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടിട്ടില്ല. ഇതെന്താ അണ്ടിപ്പരിപ്പാട്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അതേ ഇവിടെ കുറേ ചോക്ലേറ്റ്സ്. പിന്നെ കേക്കിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടിട്ടില്ല ഇവിടെ. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കോഫി, ബർഗർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ അറ്റ്മോസ്ഫിയർ ഭയങ്കര നൈസായിട്ടില്ല. ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ്. നമ്മൾ ഓർഡർ ചെയ്തേ സാധനം എത്തിക്കൊണ്ടിട്ടില്ലേ. ഇതാണ് സാധനം. ഇവിടെ ടേബിളുമ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. തന്ന കത്തി ഭയങ്കര വലിയൊരു കത്തിയാണ്. ഇവിടുന്ന് കട്ട് ചെയ്യാന്നുള്ളത് ഇതിൽ. അപ്പം അങ്ങനെ ഒരു വടിക്ക് 2 വയ്ക്കുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനുമായി. അതേപോലെ തന്നെ ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ്. എത്ര കൊല്ലമായി തന്നെ കിട്ടിയിട്ട്? 6 കൊല്ലമായിട്ടില്ലേ. അപ്പോൾ രണ്ടും പാടെ ഒരേ ദിവസം തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു കേക്ക് വാങ്ങി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും സെറ്റാണിട്ടില്ല ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കൂല. പിന്നെ ഇതെങ്ങനെയാടാ കട്ട് ചെയ്ത് കൈ കിട്ടുമോ? അനക്കല്ല, ഞാൻ ആദ്യം സായിനോട് സായിപ്പാ എന്നാ കഴിച്ചോ. കാന്തല്ലേ കൈക്ക്. അപ്പൊ എനിക്കില്ല. എന്നാ സായോ സായ വാ 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 നാളെ ഇരുന്നോട്ടെ. നീ അങ്ങനെ ക്യാമറമാനോട്ടില്ലേ. അയ്യടാ സായി എന്താന്ന് കേക്കല്ലേ? എന്താ ഹാപ്പി ബർത്ത്ഡേ? ആ കപ്പ് കേക്ക് വേണം. അപ്പൊ ഈ കേക്ക് പറ്റില്ലേ? ഇത്രയും വലിയൊരു കേക്ക് വാങ്ങിയിട്ട് എനിക്ക് ഇന്ന് കേക്ക് വാങ്ങാ പറഞ്ഞിട്ട് നോക്കാണി. രാവിലെ മുതൽ പട്ടിണി നടക്കുന്ന ഒരു പെണ്ണാണത്. അപ്പോൾ ഇത് നോക്കാണി ഏകദേശം 80% കേക്ക് ഓളാ തിന്നില്ല. പ്ലേറ്റ് നോക്കാണി നീ തന്നെ തിന്നാ മൊത്തം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കേക്കൊക്കെ വാങ്ങിച്ചേ. ഇവിടുന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ച്. കാരണം ഇവിടുത്തെ സ്റ്റാഫല്ല നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടുന്ന് ചെയ്ത് തന്നിട്ടില്ലേ.
അപ്പോൾ ഇനി ഇവിടുന്ന് കേക്ക് വാങ്ങിച്ച് ബാക്കി കുറച്ച് കേക്ക് ഉണ്ട്, കുറച്ച് നമ്മൾ നമ്മളെ താമസിക്കുന്ന റൂമിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്ത് വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഫുഡ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഖത്തറിൽ ഇപ്പോൾ പല ഏരിയയിലായിട്ട്. അപ്പോൾ അങ്ങോട്ട് നീങ്ങാനൊരു പ്ലാനിലാണ്. ഇത്രയും കേക്ക് കഴിച്ചിട്ട് ഇനി ഡോണട്സ് അപ്പോൾ പൈസ കൊടുത്തിട്ടില്ല, അത് ആദ്യം കൊടുക്കട്ടെ, അതേ പോകുമ്പോൾ കൊല്ലി കുടിക്കും. എനിക്ക് ഒരുപാട് കേക്ക് ബാക്കി ഉണ്ടായിരുന്നില്ല, കഴിച്ചതിൻ്റെ 3/4 ഭാഗം ബാക്കിയായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ അവർ പീസ് കട്ട് ചെയ്തെടുക്കാൻ, പക്ഷെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിൽ എടുക്കാനുള്ള പ്ലാനാണ്. അവിടെ വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പീസായിട്ടില്ലേ. ഇത് ആകെ 4-5 ഈത്തപ്പഴേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പിസ്ത, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചൊക്കെ ഉണ്ട് ഈ ഷോപ്പിൽ. കാരണം ഞാനതൊക്കെ ആദ്യമായിട്ടാണ് എടുത്തത്, ചെറിയ പീസ്. ആർക്കും ഗിഫ്റ്റോ കൊടുക്കാൻ പറ്റിയ സാധനമായിട്ടില്ല ഇത്. ചെറിയ കണക്ക് വേണോ? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഓക്കെ, താങ്ക്സ് ബ്രോ, താങ്ക് യു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പുറത്തിറങ്ങാനുള്ള പ്ലാനായിട്ടില്ല. ഇനി ഇവിടുന്ന് ഇറങ്ങിങ്ങാണ്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോകാൻ പറ്റുമോ നോക്കട്ടെ, കാരണം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി ഇവിടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.